ചെമ്പനീർപ്പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു വിശേഷത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രുതിയുടെ മറ്റൊരു ഫ്രണ്ടില്ലേ, ആ ഫ്രണ്ടും കൂടി റോട്ടിൽ ഇങ്ങനെ കാത്തു നിൽക്കുമായിരിക്കുമേ, ഓട്ടോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ബ്യൂട്ടി പാർലറിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഓട്ടോ വരും. ഓട്ടോ വരുമ്പോഴേക്കും ശ്രുതി കൈ കാണിക്കും. കൈ കാണിക്കുമ്പോൾ ഓട്ടോ ഓടിക്കുന്നത് ആരാ? നമ്മുടെ സച്ചിയെ കണ്ടതും ശ്രുതി നല്ലോണം ഞെട്ടുന്നുണ്ട്. ശ്രുതിയെ കണ്ടതും സച്ചിയും നല്ലോണം ഞെട്ടുന്നുണ്ട്. ശ്രുതി ഓർക്കും, ഈ സച്ചിയേട്ടൻ ഓട്ടോ ഓടിക്കുന്നത് കാറില്ലേ? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ശ്രുതിയുടെ മനസ്സിലുണ്ട്. സച്ചിയും നല്ലോണം ഞെട്ടിപ്പോകുന്നുണ്ട്, കാരണം ശ്രുതിയെ കണ്ടതോടെ. അങ്ങനെ സച്ചിയുടെ ഓട്ടോയിൽ കയറി ശ്രുതിയൊക്കെ ബ്യൂട്ടി പാർലറിലോട്ട് വിടാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, നീ ഒന്ന് ചോദിച്ചേ കാർ എന്ത് പറ്റിയെന്ന് ചോദിക്കുക സച്ചിയേട്ടനോടൊന്ന് പറയുമ്പോഴേക്കും ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ കാറിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും എന്താ ഇത് ഓടിക്കുന്നത് ചോദിക്കുമ്പോൾ സച്ചി ഓരോ തട്ടാമുട്ടിത്തരൊക്കെ പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട്. എനിക്കെന്താ ഓട്ടോ ഓടിച്ചൂടെ? എൻ്റെ സുഹൃത്തിന് വേണ്ടി ഞാൻ എൻ്റെ കാറ് കൊടുത്തിരിക്കും, അപ്പോൾ അവൻ്റെ ഓട്ടോ ഞാൻ തൽക്കാലം ഓടിക്കുവാണ്. അപ്പോഴും ശ്രുതിക്ക് നല്ല സംശയമുണ്ട്, കാരണം ശ്രുതി ഒരുപാട് കള്ളത്തരം പറയുന്ന ആളല്ലേ. അപ്പോൾ ഒരു കള്ളത്തരം പറയുന്ന ആളെ കണ്ടുപിടിക്കാനും ശ്രുതിക്ക് വലിയ പ്രയാസമൊന്നുമില്ല. സച്ചി പറയുന്നത് കള്ളത്തരാണെന്ന് ശ്രുതിക്ക് എന്തായാലും മനസ്സിലായി. ഒരു കള്ളത്തരം കണ്ടുപിടിച്ച സന്തോഷത്തിലാണ് ശ്രുതി ഇത് നേരെ പോയി വീട്ടിൽ അറിയിക്കണം എന്നുള്ള ഒറ്റ വിചാരമുള്ള ശ്രുതിക്ക്. അങ്ങനെ ബ്യൂട്ടി പാർലറിൽ സച്ചി ഇറക്കി കൊടുക്കും. അങ്ങനെ ഇറക്കി കൊടുത്തിട്ട് ശ്രുതി നേരെ പോകുന്നത് വീട്ടിലോട്ടാണ്. ബ്യൂട്ടി പാർലറിൽ നിന്ന് വീട്ടിലോട്ട് പോയിട്ട് ആദ്യം ശ്രുതിയോട് ഇക്കാര്യം പറയും. ശ്രുതിക്ക് പെട്ടെന്നൊന്നും കാര്യങ്ങൾ ക്ലിക്കാവത്തില്ലല്ലോ. ശ്രുതി സച്ചിയെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കും. അപ്പോൾ ശ്രുതി പറയും, എൻ്റെ ശ്രുതി, ആ ഓട്ടോ വിറ്റിട്ട് കാറ് വിറ്റിട്ടുള്ള കാശ് എവിടെ? ആ കാശ് എന്ത് ചെയ്തു? അമ്മയുടെ ആധാരം വിറ്റിട്ടല്ലേ കാറ് മേടിച്ചത്. അപ്പോൾ പിന്നെ അത് അറിയേണ്ട കാര്യമില്ലേ? ആരോടും പറയാതെ സച്ചേട്ടൻ എന്തിനാ കാറ് വിറ്റത്? ഇതൊക്കെ ചോദിക്കണ്ടേന്നൊക്കെ ശ്രുതിയോട് ചോദിക്കുവാണ് ശ്രുതി. അപ്പോൾ ശ്രുതി ഓർക്കും, ശരിയാണല്ലോ. എന്നിട്ട് ശ്രുതി നേരെ പോയി ചന്ദ്രയോടും ഈ കാര്യം പറയും. ചന്ദ്ര ഇതറിയുന്നത് ഞെട്ടുവാണേ. എന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രേവതിയോട് ചൂടാവുന്നതും, എന്തിനാണ് നീ അറിഞ്ഞിട്ടാണോ അവൻ കാറ് വിറ്റതെന്നൊക്കെ പറഞ്ഞ് രേവതിയോട് ചൂടാവുകയാണ് ചന്ദ്ര. ആ വീഡിയോ കാണാത്തവർ അതും കാണുക. വീഡിയോ ലൈക്ക് ചെയ്യണം, ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി.